പ്രധാനമന്ത്രിയുടെ മറുപടിയില്ലാതെ നന്ദിപ്രമേയം പാസാക്കിയതിൽ സ്പീക്കർക്ക് കത്തയച്ച് കെ.സി. വേണുഗോപാൽ. വ്യക്തമായ കാരണം അറിയിക്കാതെ ലോക്സഭയിലെ മറുപടി പ്രസംഗത്തിൽ നിന്ന് പ്രധാനമന്ത്രിക്ക് മാറി നിൽക്കാൻ കഴിയില്ല. മറുപടി പ്രസംഗം നടത്താത്തത് സഭാചട്ടങ്ങളുടെ ലംഘനമാണെന്നും സ്പീക്കർ വ്യക്തത വരുത്തണമെന്നും കത്തിൽ പറയുന്നു. PR സുനിൽ വിശദാംശങ്ങളുമായി ചേരുകയാണ്. PR സുനിൽ, ഇപ്പോൾ ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്, പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത് ഒരു ചട്ടലംഘനമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് സ്പീക്കർക്ക് ഇപ്പോൾ പ്രതിപക്ഷം കത്ത് നൽകിയിരിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്. ഹലോ, കേൾക്കുന്നുണ്ട് PR സുനിൽ, തുടരാം. കാരണം അറിയിക്കാതെ മാറി നിൽക്കാൻ ആകില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ കത്ത് നൽകിയിരിക്കുന്നത് സ്പീക്കർക്ക്. PR സുനിൽ തുടരുന്നുണ്ട്. PR സുനിൽ, കേൾക്കാമോ? തുടരാം. അസാധാരണ നടപടിയിലൂടെയാണ് ഇന്ന് ലോക്സഭയിൽ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിനുള്ള നന്ദി പ്രമേയം പാസാക്കിയത്. അങ്ങനെ പാസാക്കുന്നതിന് മുൻപ് സാധാരണ പ്രധാനമന്ത്രിമാർ ഈ ചർച്ചയ്ക്ക് മറുപടി പറയേണ്ടതാണ്. പക്ഷേ ഈ ചർച്ചയ്ക്ക് മറുപടി ലോക്സഭയിൽ പ്രധാനമന്ത്രി പറഞ്ഞില്ല. അതിനുള്ള കാരണം ലോക്സഭയെ അറിയിച്ചുമില്ല. പ്രധാനമന്ത്രിക്ക് മറുപടി പറയാനാകില്ല എങ്കിൽ അത് ചട്ടപ്രകാരം ലോക്സഭയെ അറിയിക്കേണ്ടതാണ്. ചട്ടപ്രകാരം 20 പ്രകാരമാണ് അത് ലോക്സഭയെ അറിയിക്കേണ്ടത്. അങ്ങനെ ഒരു നീക്കം ഉണ്ടായില്ല. ഇനിയിപ്പോൾ പ്രധാനമന്ത്രി മറുപടി പറഞ്ഞില്ല എങ്കിൽ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിനുള്ള നന്ദി പ്രമേയം പാസാക്കണമെങ്കിൽ ചട്ടം 364 പ്രകാരം ഒരു പ്രമേയം ആദ്യം പാസാക്കേണ്ടതുണ്ട്. ആ പ്രമേയവും പാസാക്കില്ല. അങ്ങനെ പാർലമെന്ററി ചട്ടം മുഴുവൻ ലംഘിച്ചുകൊണ്ടാണ് ഈ നന്ദി പ്രമേയം പാസാക്കിയത്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ വിശദീകരണം വേണം എന്നാവശ്യപ്പെട്ടാണ് ഇപ്പോൾ കെ.സി. വേണുഗോപാൽ സ്പീക്കർക്ക് കത്ത് നൽകിയിരിക്കുന്നത്. തീർച്ചയായും നാളെ ഈ വിഷയം വളരെ ശക്തമായി തന്നെ പ്രതിപക്ഷം ഉന്നയിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വലിയ പ്രതിഷേധ കാഴ്ചകൾ തന്നെയായിരിക്കും നാളെ ലോക്സഭയിൽ കാണാൻ പോകുന്നത്. PR സുനിൽ ദില്ലിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. പ്രധാനമന്ത്രിയുടെ മറുപടി പ്രസംഗം എന്തുകൊണ്ടുണ്ടായില്ല, അതിന്റെ കാരണം എന്താണ് എന്ന കാര്യം സഭയെ അറിയിച്ചില്ല എന്നതടക്കം ചൂണ്ടിക്കാട്ടി അതിലെ ചട്ടലംഘനം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് സ്പീക്കറെ കെ.സി. വേണുഗോപാൽ സമീപിച്ചിരിക്കുന്നത്.